ഇതൊക്കെ തട്ടുന്നുണ്ട്. നല്ല മഴയുണ്ട്. പുറത്താണെങ്കിൽ വലിയ മഴയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂണ് കറി എങ്ങനെയാണെന്ന് അറിയോ? അടിപൊളിയായിട്ടുണ്ട്. അവസാനം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തുട്ടാ, ചതച്ചിട്ടു. കുരുമുളകൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടു. അതും കൂടെ ചേർത്തപ്പോഴാണ് സത്യം കൂണ് കറിക്കൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടായത്. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റതും ചാരുമോളുടെ പണി എന്ന് പറയുന്നത് ഉള്ളൊക്കെ അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ പാടെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വന്ന് പിന്നെ വേഗം തന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരും. സ്കൂളുള്ള ദിവസമാണെങ്കിലും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും അവളുടെ പണി ചെയ്തിട്ട് അങ്ങനെ അവൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ചാരുമോൾ ഉള്ളൊക്കെ അടിച്ച് വാരി. പിന്നെ ഇന്നിപ്പോൾ ഞാനിതാ പതുക്കെയാണ് കേട്ടോ, ഇന്നിപ്പോൾ കുറച്ച് പതുക്കെയാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതവിടെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ വേവിച്ച് അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ തേങ്ങ ഒന്ന് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് മുട്ടക്കറിക്ക്. നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. അത് വെച്ചാലേ ഇവിടെ തികയുള്ളൂ. അല്ലാതെ നമ്മൾ സവാള മാത്രം ഇട്ട് വഴറ്റി നല്ല ഗ്രേവി ആക്കിയിട്ടുള്ളൊരു മുട്ടക്കറി വെച്ചാൽ ഇവിടെ അധികം അങ്ങോട്ട് തികയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറുള്ള ഒരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടക്കറിയൊക്കെ ഞാൻ ഒരുപാട് തവണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. നമ്മൾ ആദ്യം എണ്ണയും ഒക്കെ ഒഴിച്ച് അതിൽ ഉള്ളിയും ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, പിന്നെ മസാലപ്പൊടികൾ പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് മൂപ്പിച്ച്, പിന്നെ ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിന് പകരമാണ് പെരിഞ്ജീരകം നമ്മൾ തേങ്ങേൻ്റെ കൂടെ വറുത്ത് അരച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടും മുട്ടക്കറിക്ക്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ വേവിച്ച് അങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാരുവാണ് ഗൈസ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെയിൽ. ഞങ്ങളിതാ മുട്ടക്കറിയും ചപ്പാത്തിയും എടുക്കുകയാണ് കഴിക്കാൻ. എല്ലാവരും കഴിക്കാനായിട്ട് പ്ലേറ്റും കൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ചപ്പാത്തി, മുട്ടക്കറി. ഇനി വെള്ളം എടുത്തിട്ട് വാ. അപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ എന്താണ് ഇന്നലെ ഇപ്പോൾ ഏട്ടൻ കുറച്ച് ആട്ടിൻ്റെ കാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, ഒരാടിൻ്റെ കാല്. അപ്പോൾ ഇന്നലെ ഏട്ടൻ്റെ കമ്പനിയിൽ നിന്ന് നമ്മുടെ മലയപ്പൊതി എന്ന് പറഞ്ഞിട്ടാണ്, നമ്മുടെ ഇവിടെ പാലക്കാട്ടുകാരൻ്റെ ഒരു അമ്പലമാണ്. ഒരു മലേൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്, അതിൻ്റെ പേരാണ് മലയപ്പൊതി. അപ്പം ഞാനിതുവരെയൊന്നും പോയിട്ടില്ല. നമ്മുടെ ചിങ്ങഞ്ചിറ പോലെ തന്നെയാണ്. അവിടെ പോയി വെച്ചാൽ നമ്മുടെ അവിടെ മലേൻ്റെ മുകളിൽ ദൈവമൊക്കെ ഉണ്ട്. അവിടെ ആട്, കോഴി എന്നിവയൊക്കെ കൊണ്ടുപോയി നമ്മൾ വെട്ടി കറി വെച്ച് അവിടെ തന്നെ പൂജ കഴിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വരുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇന്നലെ കമ്പനിയിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടെ ഒരാടും 2 കോഴിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പോയി ആൾ ജോളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരാഴ്ചയായി മിണ്ടാതിരിക്കണം. അപ്പോൾ മിണ്ടാതിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ആ ഒരു ആട്ടിൻ്റെ കാലുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കർക്കിടക മാസമാണ്, അപ്പോൾ ആട്ടിൻകാല് സൂപ്പൊക്കെ കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിലവർ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. ചിലരാണെങ്കിൽ ഈ ആട് മരുന്ന് വെച്ച് കഴിക്കും, കോഴി മരുന്ന് വെച്ച് കഴിക്കും ഈ കർക്കിടക മാസത്തിൽ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അപ്പനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ആട്ടിൻകാല് സൂപ്പ് എന്താണ് നമ്മുടെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കണത്. അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയയും ഇല്ല ഈ ഒരു ആട്ടിൻകാല് എങ്ങനെ നേരെയാക്കുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് അമ്മനെ വിളിച്ചു. അമ്മ ഇങ്ങനെ ആട്ടിൻകാല് കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യുക, എങ്ങനെയാണ് നേരെയാക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലിട്ട് കരിച്ച് അതിനെ അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് എന്നിട്ട് നമുക്ക് അതിൽ ഒരു 2 മിനിറ്റ് മുക്കി വെച്ചാൽ തൊലിയൊക്കെ അതുപോലെ അങ്ങോട്ട് കിട്ടും, നല്ല ക്ലീനായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് ഈ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി. കാരണം നമുക്ക് ഈ തൊലി ഇങ്ങനെ അടുപ്പിൽ കാട്ടി കരിച്ച് എടുക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും, അതൊന്നും അങ്ങനെ ഇഷ്ടമാവില്ല. പിന്നെ അടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഓടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം മഴയത്ത് നല്ല ആട്ടുംകാല് സൂപ്പൊക്കെ വെച്ച് കുടിക്കാമെന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാനിതാ ആട്ടുംകാലൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ആട്ടുംകാല് കണ്ടത് നമ്മുടെ റോസി ഇങ്ങനെ പരക്കം പായുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലിൻ്റെ ഭാഗത്തുള്ള കുളമ്പൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ രോമമൊക്കെ കളഞ്ഞ് നല്ല വെട്ടി വൃത്തിയാക്കി നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അതൊക്കെ ഒന്ന് മുട്ടിയിൽ വെച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്, ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് വെട്ടി വെച്ചത്. ആക്ച്വലി എനിക്ക് അത് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മഴയാണെങ്കിൽ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ വൈകുന്നേരം ഏട്ടൻ വരുന്ന സമയത്ത് കുറച്ച് കൂന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആറ്റുനോറ്റൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരുമ്പോൾ ആൾ കുറച്ച് പണിക്ക് പോയ അവിടെ നിന്ന് കുറച്ച് കൂന്, വലിയ കൂനുണ്ടല്ലോ, അത് കൊണ്ടുവന്നു. അതിനിപ്പോൾ വെക്കാണ്ടിരുന്നു വെച്ചാൽ അത് കേട് വന്നു പോവും. ഏറ്റവും പെട്ടെന്ന് തന്നെ കേട് വരുന്നത് ഈ ഒരു കൂനാണ്. അപ്പോൾ പിന്നെ ഈ കൂന് കറി വെക്കുന്ന സമയത്ത് ഈ ആട്ടുംകാല് സൂപ്പ് കുടിച്ചാൽ എങ്ങനെയുണ്ടാവും അതെന്തോ എനിക്കറിയില്ല. ഇത് രണ്ടും ചേരുമോയെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആട്ടുംകാല് ഇന്ന് സൂപ്പ് വെക്കേണ്ട വിചാരിച്ചു, നാളേക്കാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്നിപ്പോൾ കൂന് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൂനൊക്കെ കൊണ്ടുവന്ന് അത് നേരെയാക്കി നല്ല കഴുകി വൃത്തിയാക്കി ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത കൂനാണ്. അത് ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്തിരി ഉപ്പും ചേർത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അങ്ങോട്ട് വെള്ളം ഒഴിക്കണം, നന്നായിട്ട് വേകണം. വെന്തില്ലെങ്കിൽ നമ്മുടെ വയറിന് പണി കിട്ടും. നമ്മുടെ ഈ കൂണൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ വേവാനായിട്ട് ഇടുകയാണ് കേട്ടോ. അങ്ങനെ കൂനൊക്കെ അടുപ്പത്താക്കി പിന്നെ ഇതാ ഏട്ടൻ തീ പിടിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം. ഇന്നിപ്പോൾ വൈകുന്നേരം ചോറും കറിയൊക്കെയാണ് വെക്കണത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള വെപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ. തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ വൈകുന്നേരം ചോറുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലോണം അങ്ങോട്ട് തീയൊക്കെ കത്തി വന്നു. അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല അസല് മഴയാണ്. അപ്പോൾ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോയെന്ന് ഒന്ന് പറയാം കേട്ടോ. എല്ലാവിടെയും ഒരുപോലെ ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് അടുപ്പിൻ്റെ ഓരത്തിരുന്ന് ഇതുപോലെ കറുമുറാന്ന് ചവച്ച് തിന്നെ നല്ല രസമാണ് അല്ലേ. അപ്പോൾ ഞാനിതാ അവിടെ കുറച്ച് പൂള വറ്റലുണ്ടല്ലോ, കപ്പ വറ്റൽ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അടുപ്പിൻ്റെ ഓരത്തിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ചുമയുണ്ടായിരുന്നു കേട്ടോ. അതാണ് നല്ല സംസാരിക്കുമ്പോൾ ഒരു മാതിരി ഉണ്ട്. കുറേശ്ശെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം മെയിനായിട്ട് വയ്യ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ചുമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇന്നലെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നല്ലോണം ചുമ ഉണ്ട് കേട്ടോ, മാറണില്ല. മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താ നമ്മൾ കൂന അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ആ സമയത്ത് ഞാനിതാ കുറച്ച് കടുകൊക്കെ പൊട്ടിക്കണം. കടുകല്ല, നമ്മൾ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് എണ്ണയിൽ മൂപ്പിച്ച് ചെറിയുള്ളി മൂപ്പിച്ച് ഒരു കഷ്ണം പട്ട 2 ഗ്രാമ്പു കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. അവസാനം ഞാൻ കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ അത് ചതച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുരുമുളകും കൂടെ ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ നമ്മുടെ ചിക്കൻ കറിയൊക്കെ, നാടൻ ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. നമ്മളിതിൽ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ പെരിഞ്ജീരകവും ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പും മാത്രം കടുക് പൊട്ടിക്കും വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് കുരുമുളകിൻ്റെ ഒരു മണമാണ് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല സൂപ്പറാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം കറി വെക്കുന്നത് വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് ദോശയ്ക്കും കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അതിനൊന്ന് വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ മുറിച്ച് ഞാൻ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറ്റി കൊടുക്കുകയാണ്, മാറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുക്കറിനകത്ത് കുറച്ച് പരിപ്പും ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകി രാവിലെ കഴുകിയിട്ട് ബക്കറ്റിലാക്കി വെച്ചതാണ് കേട്ടോ. അത് ഇതുവരെയും തോരാനായിട്ട് ഇടാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ മഴ തോരും എന്നും പറഞ്ഞിട്ട് പുറത്തിടാനായിട്ട് നിന്നാണ്. പകൽ മൊത്തം മഴയായതുകൊണ്ട് അങ്ങനെ ബക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തന്നെ അഴയിൽ തോരാനായിട്ട് ഇടുകയാണ്. മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ എല്ലാവിടെയും അഴക്കൽ തന്നെയാണ് കേട്ടോ. അഴ കെട്ടി എല്ലാവിടെയും തോരാനിടും. ഉമ്മറമാണ്, അതൊന്നുമില്ല. കാരണം നമുക്ക് തുണിയൊന്ന് തോർന്ന് കിട്ടിയാൽ മതി. ഫാനിൻ്റെ ചുവട്ടിലും റൂമുകളിലും ഉമ്മറത്തും പറഞ്ഞ പോലെ എപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അഴ തന്നെയാണ് കേട്ടോ. എത്ര അഴ കെട്ടി തുണി ഇട്ടാലും അവിടെ ഒന്നും തികയില്ല, എപ്പോഴും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ബാക്കി വെക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരം എന്താ തുണിയൊക്കെ അങ്ങനെ ഉണങ്ങാനിടുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇതാ ഒരാൾ ട്യൂഷന് പോയി, ഒരാളിങ്ങനെ അവിടെയും ഇവിടെയും ചാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ വന്നു വെച്ചാൽ അറിയാലോ, വൈകുന്നേരം ഇങ്ങനെ ചൂണ്ടയും എടുത്തിട്ട് നടക്കും, വെറുതെ അങ്ങോട്ട് നടക്കുക തന്നെ. അപ്പോൾ അതൊക്കെയാണ് വൈകുന്നേരം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച സാമ്പാറൊക്കെ ഒന്ന് ഞാനിതാ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ പരിപ്പും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൺചട്ടി നമ്മൾ ഇന്നാൾ കൂടെ വാങ്ങിച്ചില്ലേ, ആ ഒരു ചട്ടിയാണ് കേട്ടോ. അതൊക്കെ ഇടയിൽ കൂടെ മയക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പനിയൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മൾ മയക്കുക പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൺചട്ടി മയക്കി എടുത്തിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ പുകച്ചിട്ടൊക്കെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയും മയക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മൺചട്ടിയിലേക്ക് പരിപ്പും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക, നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി പിന്നെ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയോ അതൊന്നും ഇടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് തേങ്ങൻ്റെ കൂടെ വറുത്ത് അരച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊത്തവരയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏട്ടൻ കൊത്തവരയും കൂടെ മുറിച്ച് തന്നിട്ടുണ്ട്. അതും ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ നേരാവണ്ണം കറിയൊന്നും ഉണ്ടാക്കില്ല. ഉപ്പേരി, ചമ്മന്തി, കഞ്ഞി അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഒന്ന് 2-3 വക കറിയൊക്കെ ഉണ്ടാക്കണത്. എല്ലാവരുടെയും നാവൊക്കെ ഒന്ന് ശരിയായി വന്നതേ ഉള്ളൂ. അപ്പോൾ കറികളൊക്കെ കൂട്ടാനായി. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പാറൊക്കെ വറുത്ത് അരച്ച് ചേർത്തു, കടുക് താളിച്ചു. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓഫ് ചെയ്തു.
അങ്ങനെ മഴയത്ത് നമ്മളിതാ നല്ല ചൂട് ചോറും സാമ്പാറും കൂണും മെഴുക്ക് വരട്ടിയും പിന്നെ നമ്മുടെ അവരയ്ക്ക കൊത്തമരയ്ക്ക തോരനും പിന്നെ മുളക് വറുത്തതുണ്ടായിരുന്നു കേട്ടോ, അത് ഇന്നലെ വറുത്താണ്. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ ഒന്നും രണ്ടും വക കറികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പിന്നെ ഒരു ഉപ്പേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്തായാലും വയറ്റ് ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇതാ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.